ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ പമ്പാ നദിയിൽ നടക്കും. 52 രാജാക്കന്മാർ അണിനിരക്കുന്ന ജലഘോഷയാത്രയും മത്സരം വള്ളംകളിയും ജലമേളയുടെ ഭാഗമായി നടക്കും. എ ബാച്ചിൽ 35ഉം ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളുമാണ് മന്നം ട്രോഫിക്കായി നയംപെറിയുന്നത്. ഭക്തി, ആവേശം, സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം ഒരേപോലെ ഇഴുകിച്ചേർന്ന ദൃശ്യവിസ്മയമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. ആറന്മുളയിലും 52 പള്ളിയോടക്കരകളിലും ഓണവും പൂരവും എല്ലാം ഉത്രട്ടാതിയാണ്. 52 പള്ളിയോടങ്ങൾ പമ്പയുടെ നെട്ടയത്തിൽ തീർക്കുന്ന ജലപൂരത്തിനായി ആറന്മുള ഒരുങ്ങിക്കഴിഞ്ഞു. വേഗതയ്ക്കൊപ്പം പരമ്പരാഗതമായ ആറന്മുള ശൈലിയാണ് മത്സരവള്ളംകളിയിൽ പ്രാധാന്യം. മത്സരവള്ളംകളിക്ക് മുൻപ് നടക്കുന്ന ജലമേളയാണ് പമ്പയുടെ നെട്ടയത്തിൽ ദൃശ്യവിസ്മയം തീർക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്രാവശ്യം പള്ളിയോട സേവാ സംഘത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 52 കരയിലെയും പള്ളിയോടങ്ങൾ ഇക്കുറി ഈ ജലമേളയിൽ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പുണ്യമായി കാണുന്ന ഒന്ന്. അതിനുശേഷം നടക്കുന്ന മത്സര വള്ളംകളി ഇപ്രാവശ്യം ആചാരവും അനുഷ്ഠാനത്തിനും അപ്പുറം ഒരു മത്സര വള്ളംകളിയും കൂടെ ഇപ്രാവശ്യം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും മത്സര വള്ളംകളി ഉണ്ടെങ്കിൽ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ നെഹ്റു ട്രോഫി ഈ വള്ളംകളിയിൽ ടൈമിംഗ് സിസ്റ്റത്തിൽ വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്രാവശ്യം ചെയ്തേക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ജലമേളയുടെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ ഭാഗമാകും. പമ്പാ നദിയും 52 പള്ളിയോടക്കരകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഓളപ്പരപ്പിലെ പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് 52 പള്ളിയോടക്കരകളും. ആറന്മുളയിൽ നിന്ന് ക്യാമറമാൻ അജയ് നായർക്കൊപ്പം CG ഉമേഷ്, ജനം.